പ്രഭാത പ്രാർത്ഥന. യാക്കോബ് എഴുതിയ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 15-ാം തിരുവചനം. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്: കർത്താവ് മനസ്സാകുന്നു എങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. എന്നിലെ ഓരോ നിമിഷവും ദൈവം തന്ന ദാനം മാത്രം. ഒരു പുതിയ ദിനം കൂടി അങ്ങേ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ സമ്മാനമായി നൽകിയ തമ്പുരാനെ, അങ്ങേ നാമത്തിന് സ്തുതിയും മഹത്വവും ആരാധനയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇന്നോ നാളെയോ മറ്റന്നാളോ എനിക്ക് ലഭിക്കുന്നത് അങ്ങ് ദാനം നൽകിയതുകൊണ്ട് മാത്രം എന്ന യാഥാർത്ഥ്യം ഞങ്ങളുടെ മനസ്സിൽ അനുനിമിഷം ഓർത്തുകൊണ്ട് ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങിന്ന് ഞങ്ങൾക്ക് നൽകിയ ഈ വലിയ സമ്മാനം ഒരുക്കത്തോടെ സ്വീകരിച്ച് സൂക്ഷിച്ച് ദാനദാതാവിൻ്റെ മനസ്സിന് ഇണങ്ങിയ വിധം ആ സമ്മാനം വിനിയോഗിക്കുവാൻ കൃപ നൽകണമേ. നാളെ ഞങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാത്ത ഞങ്ങൾക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത് അമൂല്യമായ ദിനമാണ്, സമയമാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ സഹചര്യത്തിലുള്ള നന്മ കണ്ട് ജീവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. ഞങ്ങളെപ്പോലെ തന്നെ അമൂല്യദാനം ലഭിച്ചവരാണ് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയും എന്ന സത്യം ഒരു നിമിഷം പോലും ഞങ്ങളിൽ നിന്ന് മായാതിരിക്കട്ടെ. ഞങ്ങൾ ദൈവത്തിൻ്റേതാണ്, ദൈവത്തിൻ്റേത് മാത്രം. ആമേൻ. വിശുദ്ധരുടെ മൊഴിമുത്തുകൾ. വിശുദ്ധ അക്കോസിയൂസ്. സൃഷ്ടികളോട് ചേർന്ന് നിൽക്കുന്നവൻ അവയോടുകൂടി അധംപതിക്കും. ക്രിസ്തുവിനെ ആശ്രയിക്കുന്നവൻ നിത്യമായി ഉറച്ചു നിൽക്കും.